ഹേ ഗായ്സ്, ഇപ്പം സമയം കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണെന്ന് വെച്ചാൽ പ്രാങ്ക് ആണോ ഇല്ലയോ നിങ്ങൾ വിലയിരുത്തുക. വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മൃദുലെ ഒന്ന് പേടിപ്പിക്കണം, അത്രേ ഉള്ളൂ. സംഭവം വേറെ ഒന്നുമല്ല. നമ്മളെ വീടിനടുത്ത് നിന്ന് 30-35 കിലോമീറ്റർ ഉണ്ട് സുമതി വളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. മൃദുലയ്ക്ക് പ്രേതത്തിനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാട്ടോ. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയില്ല, ഇത് എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാൽ അവളത്ര പേടിയില്ല. അവൾക്ക് ഇപ്പം കോൺജറിങ് ഇപ്പോൾ റിലീസായി, അതിന് പോലും അവൾ വിളിച്ചിട്ട് വരാറില്ല. കാരണം അത്രയ്ക്ക് പേടിയാണ്. പ്രേതപ്പടം ഒറ്റയ്ക്കിരുന്ന് കാണാറില്ല. പ്രേതപ്പടം കാണിച്ചാലും അവൾ അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം അവളെ ഞാനിന്ന് കൊണ്ട് സുമതി വളവിൽ പോകാൻ. ഓക്കെ, സത്യത്തിൽ അങ്ങനെ കൊണ്ടോ എനിക്കങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള സ്ഥലം നമ്മളെ ഇവിടെ ഇപ്പോൾ ഒരു മൂവി തന്നെ ഇറങ്ങി അതിനെ പറ്റിയിട്ട്, ഈ സുമതി വളവ് എന്നുള്ള സംഭവത്തിനെ പറ്റി ഒരു മൂവി നമ്മുടെ അർജുന അശോകൻ്റെ, ഞാൻ അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ഥലം രാത്രി പോകുമ്പോൾ പല മിത്തൊക്കെ പറയാറുണ്ട്. അവിടെ പലരെയും കാണാറുണ്ട്, പല രൂപങ്ങൾ കാണാറുണ്ട്, പേടിപ്പെടുത്തുന്ന അവിടെ കുറേ അപകടങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ കൊണ്ട് നടക്കാറുണ്ട്, ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറേ കെട്ടുകഥകളാണോ ഇനി ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ ഒരു ദുരൂഹത പിടിച്ചൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ സുമതി വളവിനെ എല്ലാവരും ഇങ്ങനെ അറിയപ്പെടുന്നത്. അപ്പം അവിടെ ഇന്ന് നമ്മൾ അവളെ കൊണ്ടുപോവാം. അയ്യോ, ലാസ്റ്റിക്ക് പണി കൊടുത്ത ഞാൻ പണിയാവും എനിക്കറിയത്തില്ല. എന്നിട്ട് അവിടെ എത്തിയിട്ടേ അവളാണെന്ന് അവിടുന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി എങ്ങോട്ടാണെന്ന് വെച്ചാൽ സുമതി വളവ് ഗൈസ്. അപ്പം നൈറ്റ് ഡ്രൈവ് ആണെന്നും പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പേടിക്കുമായിരിക്കും നോക്കാം ഗൈസ്. എനിക്കറിയത്തില്ല, അവളത് സിനിമ കണ്ടോണ്ടിരിപ്പുണ്ട്. ഞാൻ എപ്പോഴേ പറയുന്നുണ്ട് ഇവங்க പോവാൻ ഡ്രൈവിന് വന്ന് വരുന്നില്ല. അപ്പം നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. പോഹാം നൈറ്റ് ഡ്രൈവിന് പോഹാം. എങ്ങോട്ടാ ഒരു ഐഡിയ ഇല്ല. നമുക്ക് ട്രിവാൻഡ്രം ഒന്ന് ചുറ്റി കറങ്ങി. ഫുഡൊന്നും വേണ്ട, ചുമ്മാ കറങ്ങാം. അല്ലേ പോ. ലെറ്റ്സ് ഗോ. ഇറങ്ങൂല്ലേ? ഇപ്പോൾ ഗൈസ്, ഇന്ന് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടി തീർന്നിട്ടില്ല. ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിന് എന്തൊക്കെ പ്രോഗ്രാം പലയിടത്തും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. രാത്രി കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. സുമതിയോളായിരുന്നു. അപ്പോൾ അവളെക്കാട്ടി ഞാൻ പേടിക്കുമെന്നാ തോന്നുന്നു. കം നമുക്ക് മൂൺ റൂഫൊക്കെ കൊണ്ട് ഓപ്പൺ ചെയ്യാം. അത് ശരിയാ, ഫ്രണ്ടിൽ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതുവരെ നീ ഇപ്പൊ ശ്രദ്ധിച്ചാ ഇപ്പൊ എന്താ നക്ഷത്രങ്ങളൊന്നും ഇല്ലാത്ത? എന്താ കുറെ നാളുകൊണ്ടേ ഇല്ലല്ലേ? പണ്ടൊക്കെ എന്ത് പറഞ്ഞില്ലേ, ആകാശത്ത് ചുമ്മാ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ നക്ഷത്രങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലൊക്കെ തോന്നും. ഒറ്റൊന്നുമില്ല. അതെന്താന്നറിയാൻ കേട്ടോ, ആരും ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ? ഈ പണ്ട് പറയാല്ലേ, ഈ നക്ഷത്രങ്ങളൊക്കെ ആത്മാക്കളാന്നാ പറയുന്നത് അല്ലേ? നിനക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? അങ്ങനെ വിശ്വാസമില്ല. കാരണം സയൻസ് പഠിച്ചൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറയൂല. പേടിയുണ്ടോ അങ്ങനൊക്കെ? ഒരു ഇതല്ലേ ആൾക്കാർ പറഞ്ഞ ഇതല്ലേ ഈ പ്രേതം ഭൂതം അങ്ങനൊന്നല്ല. ഇപ്പൊ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് എനർജി. നമ്മള് ലോകം കണ്ടു കണക്ക് ആ നെഗറ്റീവ് എനർജി മേ ബി കുട്ടിച്ചാത്തനോ കല്യങ്കാട്ട് നീ അങ്ങനൊക്കെ ആയിക്കൂടെ? അതും ഒരു രക്ഷയല്ലേ? മരിച്ചവരുടെ ആത്മാക്കള് ഉണ്ട്. കണ്ടാ നെഗറ്റീവ് എനർജി ഉണ്ട് കേട്ടാ. പാട്ടൊക്കെ തന്നെ ഓണായതുണ്ടോ? തന്നെ ഓണായല്ല, അത് റിവേഴ്സ് എടുക്കുമ്പോ പാട്ടിന് സൗണ്ട് പറയുന്നത് ഉണ്ടോ? കൈ ഒന്നും ഇല്ലാത്തോണ്ടൊരു ഭംഗിയില്ലേ? ഫുൾ ഇരുട്ടായിട്ട് കിടക്കണം. സമയം 12 മണി. 12:30 ആയില്ലേ? 12:30 ആയി. നമ്മൾ വന്നപ്പോ ഇച്ചിരി ലേറ്റ് ആയി പോയി. പരിപാടി എല്ലാം കഴിഞ്ഞു. ഇച്ചിരി അല്ല, ഒരുപാട് ലേറ്റ് ആയി പോയി. പരിപാടി എല്ലാം കഴിഞ്ഞ് അവര് ക്ലീനിങ്ങും ചെയ്യുന്നു രാത്രിയില്ലേ. ഇവിടെ മൊത്തം അഴുക്കായിരുന്നു. ഇതിപ്പോ നമ്മള് മ്യൂസിയത്തിന്റെ അവിടല്ലേ, അവിടൊക്കെ കുറച്ച് ലൈറ്റ് ഒക്കെ കാണുന്നു. എല്ലാം ഓഫ് ചെയ്തു. പോലീസും ഉണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ് വരുന്നേട്ടാ. പക്ഷെ ഇവിടെ വരാൻ പറ്റത്തില്ല. അടിപൊളിയാ. നമ്മുടെ ഈ പാർക്കിനകം സൂപ്പറായിരിക്കും കാണാൻ. എല്ലാ വർഷവും അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് ആണ്. എന്നിട്ട് മെനഞ്ഞാരോ ചോദിക്കുന്ന കേട്ടപ്പോ എവിടാ സ്ഥലം? അത് കൊല്ലം. അത്
അത് പെട്ടെന്ന് നമ്മളെ വായിൽ കൊല്ലം വരത്തുള്ളൂ. അതെ. നമ്മൾ ജനിച്ചത് വന്നത് കൊല്ലത്തല്ലേ, അപ്പൊ പിന്നെ എനിക്ക് കൊല്ലംകാരൻ എന്ന് പറയുന്നതിലാണ് ഒരു അഭിമാനം. എത്രയൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് വരുത്തരല്ലേ? അല്ല, ഇപ്പൊ നമ്മളെ നാടല്ലേ. അങ്ങനൊന്നുമില്ല. കേരളം മൊത്തം നമ്മുടെയാ, ഇന്ത്യ നമ്മുടെയാ, പിന്നില്ലേ കേരളം. പ്രസ്ഥാനം സൃഷ്ടിക്കൂടാ. അതാ ചാർജ് 96% ഉണ്ടല്ലോ. 96% ഉണ്ടോ? അതുപോലെ ഉണ്ട് അമ്പൂട്ടിന് സുഖം ഉറക്കമായി. പാതി നൈറ്റ് ഡ്രൈവിന് പോയിട്ട് പാതി വഴി ഞാൻ ഉറങ്ങി എന്നുള്ളത് പറഞ്ഞേക്കല്ലേ. അത് ഞാൻ പറയും. വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട എന്നെ നൈറ്റ് ഡ്രൈവിൽ വിളിച്ചുകൊണ്ട് വന്ന് സുമതി വളയെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. കാരണം ഇപ്പൊ ചുള്ളിമാനൂര് വന്ന് നോക്കിക്കൊണ്ട് തെന്മല ബോർഡ് കാണുന്നു. അപ്പൊ ഇതുവഴി എവിടെ ആള് പണ്ട് എനിക്കറിയാം, അച്ഛൻ്റെ കൂടെ പോകുമ്പോ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് സുമതി വളം എവിടാന്ന് എനിക്കറിയാം. ഇത് ഈ റൂട്ടാണ്. അയച്ചോടിയെ മണി 1:30 മണിക്ക് 1:30 മണിക്ക് കൊണ്ടുപോവാ. അച്ചോടാ ഇല്ല, തിരുവനന്തപുരം ആ കുളത്തൂപ്പുഴ നെടുമങ്ങാട് വഴി റൂട്ടാ എനിക്കറിയാം. പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ അച്ഛനെ ഇതുവഴി ഈ റൂട്ടാ വിളിക്കാൻ വരുന്നത്. അവിടെ നല്ല ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടുണ്ട്. പേടിയുണ്ടോ ആക്ച്വലി? നമ്മളിങ്ങനെ ഇതാ തുടക്കത്തില് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാ ഇറങ്ങി കുറച്ചു നേരം നില്ലേ. എന്റെ കുഞ്ഞിനോ എനിക്കോ പനി വല്ലതും വന്ന പോകുന്നില്ല. ഈ റൂട്ട് അതാണ്. ഇപ്പൊ ഇവിടെ എവിടെ ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടെ, ഏതാ വളവെന്നൊന്നും എനിക്ക് അറിയാമോ? ഞാൻ ശ്രദ്ധിച്ചില്ല, ചെനക്ക് എന്നെ പറ്റിച്ച്. ചിരിക്കുന്ന എഡിറ്റ് ചെയ്തോണ്ടിരിക്കരുത് കേട്ടോ. ഇപ്പഴേ സ്ഥലപ്പേര് കേട്ടോ. എന്റെ അടുത്ത് ഞാൻ ചേട്ടാ എവിടെ പോവാ, നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ പോരെ. ഞാൻ ഇരുന്നൊരു ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് അമ്പോട്ടിനെ ഉറക്കി. ഇവിടെ എന്താ റോഡിൽ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരു മണിക്കൂറായിട്ട് വണ്ടിയേ ഇല്ല. എന്താ ചെന്ന് കേറിക്കൂടെ? സുമതി ഇരിക്കും അവിടെ. വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ട എന്നെ വിളിച്ച് സുമതി വിളവെ കൊണ്ടിട്ട് സുമതിയുടെ വായിക്ക് കൊടുക്ക. ഏട്ടാ സുമതിയോട് കളിക്കല്ലേ. ഇതൊക്കെ ചുമ്മാ പറയുന്നേടി, നമ്മളൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടോ? അതിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഉള്ളവര് കാണും, ഇല്ലാത്തവര് കാണും. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും, നമുക്കറിയാലോ. ഞാൻ ഈ പറയുന്നത് തള്ളാമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഞാൻ അത് ചിലപ്പോ അതൊരു നക്ഷത്രമായിരിക്കാം, എന്തോന്ന് എനിക്കറിയില്ല. ചിലര് പറയുന്നത് ഒരു എനർജി ആണെന്നാ പറയുന്നത്. ഇത് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യം. തെമ്മനെ പോയപ്പം അന്ന് രാത്രി ഇതേ ഒരു സമയം അല്ലേ, ഈ 2 മണി 3 മണി ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമില് നമ്മള് മൃദുലയുടെ വീട്ടില് ആ തേരി കയറിക്കൊണ്ടിരുന്നപ്പം ഒരു തീപ്പന്തം ഇങ്ങനെ മേളിൽ കൂടെ പോയി. ചിലപ്പോ നക്ഷത്രമായിരിക്കാം, ശരിക്കും തോന്നിയതല്ല. താന്നൊരു തീപ്പന്തം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കണക്ക് കണ്ട്. പക്ഷെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് പറയുമ്പോ ഇങ്ങനെ എനിക്ക് ട്രോള് വരാൻ ചാൻസ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ സത്യം കണ്ടിട്ടുണ്ട്. ഞാൻ വണ്ടി നിർത്തി ഇവര് രോഗമുഖം എണീച്ചൊക്കെ ഒരു നിമിഷം ഞാൻ കാരണം നമ്മുടെ ഇതേ കണക്ക് റോഡ് ഞാൻ കാണിച്ചു. ഇതേ കണക്ക് റോഡിൽ കൂടെ മേളിൽ കൂടെ തീപ്പന്തം ഇങ്ങനെ പോയി 2 ലൈൻ പോലെ, 2 ഒരു ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനെ ഒരു ലൈൻ പോലെ 2 ഈക്വൽ ആയിട്ട് ഒരു തീ ഇങ്ങനെ പോകുന്ന കണക്ക്. തീയോ ഒരു ലൈറ്റ്, എന്തോ ലൈറ്റ് വട്ടം ഇങ്ങനെ പാസ് ചെയ്ത് സ്പീഡിന് പോകുന്ന ഞാൻ കണ്ട്. അപ്പൊ ഞാനിങ്ങനെ അന്ന് അച്ഛനെ കൊണ്ടായിരുന്നു. അച്ഛനെ സംബന്ധിച്ച് ഈ പോക്കുവരവ്, അപ്പൊ അച്ഛനെന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ പോക്കുവരവുണ്ട്. അത് പ്രേതമൊന്നും അല്ല, ലൈക്ക് അതൊരു മാടൻ അങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയത്തില്ല. ഇവര് ഇങ്ങനെ പോകുന്ന വഴിക്ക് പണ്ട് അമ്മൂമ്മയൊക്കെ സത്യം പറഞ്ഞ അമ്മൂമ്മ കഥകൾ എന്നൊക്കെ പറയല്ലോ, പറയുന്നത് പോകുന്ന വഴിയിൽ നിന്നാ തടസ്സമായിട്ട് നിന്നാ അടിച്ചിടും. അതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ സത്യം പറഞ്ഞ ഈ അയ്യത്തൊക്കെ ചുമ്മാ ഈ തിന്നോണ്ടൊക്കെ നിൽക്കുന്ന പശുക്കളൊക്കെ
പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ടപ്പോന്ന് വീണ് എത്ര വർഷങ്ങൾ ചത്തുപോകുന്നറിയോ? ഇതിപ്പോ മൊത്തം അന്ധവിശ്വാസമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കിതിലെ വിശ്വാസമുണ്ട്. ഇതിന് എനിക്കങ്ങനെ വിശ്വാസമല്ല. ഞാൻ ചിലപ്പോ കണ്ട നക്ഷത്രമായിരിക്കാം, ഇന്നലെ തോന്നിയതൊന്നുമല്ല. പക്ഷെ ഞാൻ കണ്ടു ഒരു ലൈറ്റിന്റെ ഇത്. പക്ഷെ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതായിരിക്കും. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം കാണുന്നത്. അന്ന് എനിക്ക് ഇങ്ങനെ ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് എനിക്ക് സ്ഥലം വരെ അറിയാം. നമ്മളെ റിയ ട്രാവൽസിന്റെ അവിടെ അവന്റെ ഫൗണ്ടേഷന്റെ ആ ഭാഗത്താണ്. ഞാൻ കണ്ടില്ല, ഞാൻ ബാക്കിലേക്ക്, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ബാക്കിലിരിക്കുവായിരുന്നു, ഏട്ടല്ല ഫ്രണ്ടിലിരുന്നേ. ഒറ്റ കുഞ്ഞുങ്ങളല്ല. എത്ര ആയോ? ഏത് ദിവസം? ഇന്ന് ബുധൻ. ബുധനാഴ്ച കുഴപ്പമില്ല, നല്ല ദിവസമാണ്. രാഹുവാലൊന്ന് സുമതിക്ക് ഇറങ്ങാം. ഇത് പോസ്റ്റ് ആയിരുന്നാ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സുമതി വളവിൽ കൂടെ രാത്രി പോകുമ്പോ ഈ കൈപ്പത്തി ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ അതൊക്കെ ചുമ്മാ പറയുന്നത്. മേ ബി ഈ സ്ഥലത്ത് ആക്സിഡന്റുകൾ നടക്കുമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് ഇവിടെ ഒരുപാട് വളവുകളുണ്ട്. കണ്ടാ നീ, ആക്സിഡന്റ് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഭയങ്കര വളമാണ് ഇവിടെ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ മരങ്ങളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും രാത്രി ഈ സ്ഥലങ്ങളിൽ ആക്സിഡന്റ് നടക്കുന്നത്. പക്ഷെ അതിനെ ഒരു സുമതിയായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ പറയുന്നതാവാം. പിന്നെ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ശബ്ദങ്ങള്, പാട്ട് പാടുന്നത്, ശബ്ദങ്ങള്, അങ്ങനെയൊക്കെ പറയാം. പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് പോയി നോക്കാം എന്ത് സംഭവത്തിനാണ് ഇല്ലേ. കട്ടം വാങ്ങിച്ചതാന്ന് പറഞ്ഞ ഞാനതിലങ്ങ് വീണ്. ഇത് ഓണം ആയതുകൊണ്ട് DJ കിട്ട് സുമതി അവിടെ പൊളിച്ചിരിക്കുക. സത്യത്തിൽ നമ്മള് ഈ പ്രേത സിനിമയിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ പ്രേതത്തിന് കാണാൻ വേണ്ടി ചിരിച്ച് കളിച്ചവരൊക്കെ പോകുന്നത്, പോയി വായ്പ പെടുക. അവിടെ സിനിമ സത്യമല്ലേ. ഇവിടെ ഒരു ഈ സ്ഥലം തുമ്മല്ല കേട്ടോ, ദുരൂഹത എന്ന് പറയണ. ഇവിടെ ഒരു എന്ത് പറയുന്നേ, ഒരു ആളില്ല, പിന്നെ വീടുകളില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോഴാണ് സ്ട്രീറ്റ് ലൈറ്റ് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ല. പിന്നെ വളവുകള്, കച്ചവടക്കാരില്ല. പറഞ്ഞ് പേടിപ്പിക്കുന്നത് കണ്ടോ ആ ഒരു ദുരൂഹത ഇല്ലേ ഗൈസ്. ഇതേപോലാണ് മറ്റേ കുളത്തൂപ്പുഴയിൽ ഡാമിലോട്ട് പോകുന്ന ആ ഒരു റോഡ്. നമ്മളാ സുമതി വളവിന്റെ സിനിമ കണ്ടപ്പോ ആ സ്ഥലം എത്തുമ്പോ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നൊക്കെ കാണിക്കില്ലേ. പക്ഷെ പടത്തിൽ കാണിക്കുന്ന ആ സ്ഥലം ഇതല്ല. അങ്ങനത്തെ ഒരു വളവൊന്നും അല്ല ഇത്. മറ്റേ അത് എസ് പോലത്തെ ഒരു വളവാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് താന്നിമൂടെത്തി, ഇനി നേരെ പോണ പാലോട് കഴിഞ്ഞ് 8 കിലോമീറ്റർ 13 മിനിറ്റ്. എന്റെ ദൈവം, ഇതറിഞ്ഞത് സത്യമായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഈ റൂട്ടിൽ നമ്മൾ തിരിച്ചും പോണ്ടേ? സുമതി വിട്ടല്ലേ? സുമതി വിട്ടാ പോവാ. ഓണമൊക്കെ അല്ലേ, പുള്ളിക്കാരി ഉറിയൊക്കെ അടിക്കണമെന്ന് പറഞ്ഞ പിന്നെ കൂടെ അടിക്കട്ടെ. ഉറിയൊക്കെ അടിച്ചിട്ട് പോയേ. ഉറിയൊക്കെ അടിച്ച് സുന്ദരിയൊക്കെ പൊട്ടില്ല. സുന്ദരി സുമതി ഉണ്ടല്ലോ, സുമതിക്ക് പൊട്ടൊക്കെ. എന്റെ A പോസിറ്റീവാ. എന്റെ ഈ A പോസിറ്റീവ് നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടി നല്ലത് O പോസിറ്റീവ് കേട്ടോ. അയ്യോ, അത് നിന്റെ അമ്മൂന്റെയാ. എന്റെ കുഞ്ഞിനെ പൊടി കൊടുക്കുന്നു. നിന്റത് B അല്ലേ? B പോസിറ്റീവ് ചൊവയാ. വേണ്ട, സുമതി കടിച്ചു തുപ്പും. ഒരു കട്ടൻ കുടിക്കാന്ന് വിചാരിച്ചു. കട്ടൻ കുടിക്കാൻ കടയില്ലല്ലോ. കട്ടൻ കുടിച്ചൊന്ന് കുറച്ചൊന്ന് ഉന്മേഷായിട്ടിരുന്നേ. സുമതി എനിക്കറിയാൻ വയ്യ കേട്ടോ. ഈ സുമതി വളവ് ബോർഡുണ്ടോ? എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കണം. ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂലേ. കളിക്കല്ലേ ഏട്ടാ, ചുമ്മാ ഇരിക്കണേ. എന്താ ഞാൻ ഇറങ്ങിയിട്ട് നീ ഇറങ്ങിയത്. സുമതിയുടെ കഥ പറയുന്നത്, ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോ മരിച്ചതോ കൊന്നതോ ആത്മഹത്യ ചെയ്തതോ എന്തോ ആണ്. ആ സിനിമയില് പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതാണ് ഗർഭിണിയോടുകൂടിയാണ് മരണപ്പെട്ടത്. അതറിയാം. ഒരൊറ്റ എക്സാമ്പിൾ, നമ്മളൊരു അച്ചൻകോവിൽ അങ്ങോട്ട് പോകുന്ന വെച്ചോ, ഒരു സ്ഥലത്ത് ഒരു കല്ല് വെച്ച് അവിടെ പ്രാർത്ഥിച്ച് ചന്ദനത്തിരി കത്തിച്ച പിന്നെ പോകുന്ന ആള് അവിടെ വെച്ച് അതേ കണക്ക് ചന്ദനത്തിരി കത്തിച്ചിട്ടേ പോകും. മനസ്സിലായില്ല? അതൊരു വിശ്വാസം. അതേപോലെ തന്നെയാണ് ഈ പ്രേതകഥയും. ഒരാള് പറഞ്ഞു, പിന്നെ അത് കേട്ടിട്ട് അതിന്റെ 100 ഇരട്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനത്തെ കഥയാവും. ഇനി മേ ബി അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങനെ സുമതി വളവിന്റെ അടുത്തൊക്കെ വീടുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. ഞാൻ സുമതിയെ വെല്ലുവിളിക്കാം. സുമതി അത്ര വേണ്ടല്ലേ? അത്രക്കൊന്നും വേണ്ട. നീ വെല്ലുവിളി. ഞാൻ വണ്ടിയിൽ നിന്ന് വെളി ഇറങ്ങത്തില്ല, നീ വണ്ടി നിർത്തത്തുമില്ല. സുമതി വെള്ളം കണ്ടാ മതി, അങ്ങ് പോയാ മതി. ഇല്ല, വണ്ടി അവിടെ നിർത്തണം. അവിടെ കുറച്ചു നേരം നിർത്തണം. ചുമ്മാ ഇങ്ങനെ അതിന് ഓരോ കഥകൾ അടുത്ത് ഇറക്കുക. അവിടെ വണ്ടി നിർത്താതിരിക്കുക. എന്തൊക്കെ കഥകളാ പറയുക, തട്ടിപ്പ്. 4 കിലോമീറ്റർ കേട്ടോ. പണിപ്പാളി. സുമതി വന്നാ ഞാൻ ചത്തോലം കിടക്കും കേട്ടോ. അന്നേരം പുലി വരുമ്പോഴേ ചത്തോല കിടക്കുമെന്നൊക്കെ പറയുന്ന കണക്ക് ഞാൻ ചത്തോലം കിടക്കും. സുമതി വന്നു എന്തോ പേടിയാവുന്നേ ഇവിടെ കയറി. സത്യല്ലേ ഈ റൂട്ടില്? എടാ ഇവിടെ ഒറ്റ വണ്ടികളാ. മറ്റേ റൂട്ടേ വണ്ടികൾ വരത്തുള്ളൂ കേട്ടോ, ഈ റൂട്ട് വണ്ടികൾ വരൂല കേട്ടോ. സീരിയസ് ആയിട്ടും പേടിയാവുന്നേ പന്നെ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നില്ല. എനിക്കെന്തോ ഈ റോഡിൽ കയറിയപ്പോ എന്തോ ഇല്ലേ, അവ ചുമ്മാ അല്ല ആൾക്കാർ ഓരോന്ന് പറയുന്നേ. ചുമ്മാ കയറി. ഈ വഴി പേടിയാവും ഇല്ലേ? കണ്ണടച്ചിരിക്കുന്നത് എന്തിനടി? നമ്മൾ ഈ വഴി തിരിച്ചു വരണ്ടേ? അതാ തെമ്പല പോയിട്ട് തിരിച്ച് ചടയങ്ങൾ വഴി പോകും. ഈ സ്ഥലത്ത് ആരും ഇല്ല കേട്ടോ താമസം. നമ്മൾ ഇത്രയും വന്ന കണക്കല്ല. ഈ ഒരു 3 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ വന്നപ്പോ ഇവിടെ ആരും ഇല്ല. ചിലപ്പം ഇങ്ങനെ ഒരു കഥ കേട്ടോണ്ടായിരിക്കും ഇവിടെ ഒന്നും ആരും ഈ ഏരിയയിൽ വീട് വെക്കാത്തത്. എന്തടി പേടിയാ അവിടെ? മാരിയമ്മ വിളി. ഇവരുടെ ഫേവറേറ്റ് ദൈവമാണ് മാരിയമ്മ. മാരിയമ്മ വിട്ടൊരു കളിയില്ല. ഓം നമ ശിവായ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. വണ്ടികളുണ്ടായിരുന്നേ കുഴപ്പമില്ല. ഇവിടെ കേറിയിട്ട് ഒറ്റ വണ്ടികളില്ല കേട്ടാ. കുറച്ചുകൂടി ഒന്ന് സ്പീഡിൽ പോവാമോ? ഏട്ടാ നിർത്തല്ലേ, സീരിയസ്ലി നിർത്തല്ലേ. നിർത്തത്തില്ല, സത്യം നിർത്തത്തില്ല. നിന്നെക്കാട്ട് പേടിയുണ്ട്. ഇവിടെ ഒരു മഞ്ഞുണ്ടല്ലേ ചെറിയായിട്ട്. ചെറിയൊരു കോട പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. എത്ര എടി സുമതിയോടെ ആയി. സുമതി വളവ് സ്പോട്ട് ഒരു 1.5 കിലോമീറ്റർ എത്തിയില്ല. ഈ 600 മീറ്റർ കൂടി ഉണ്ട്. പോണോ? എന്തായാലും ഇവിടം വരെ എത്തിയില്ല. ഒറ്റ വണ്ടി, ഒറ്റ കുഞ്ഞുങ്ങളില്ലടാ. നീ അങ്ങോട്ടുള്ള ചുമ്മാ ഒരു വഴി അങ്ങോട്ട് പോകും. വീഡിയോ ഓഫ് ആക്കിയിട്ട് ഞാൻ വിളിക്കും ഞാൻ നിന്നെ. ഇതാ സുമതി വളവ്. ഇതാ സുമതി വളവ്. പോട്ടേട്ടാ, ഇതാ സുമതി. സ്പീഡിൽ പോട്ടേട്ടാ. ഇതാണ് സുമതി വളവ്. നോക്കി. ഇതാ 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 ഇതാ. എന്നിട്ട് ഇവിടെ ലൈറ്റ്, ചെറിയ ലൈറ്റ് ഇട്ടേക്കുന്ന വലിയ ലൈറ്റ് ഇടാവുള്ളൂ. എന്നിട്ട് ഇവിടുത്തെ കാടൊക്കെ അപ്പുറത്തൊക്കെ ചുള്ളിക്കാടൊക്കെ ആൾക്കാർ വെട്ടിയേക്കുന്നു. ഇത് ഒറ്റ കുഞ്ഞുങ്ങളില്ല, ഒറ്റ ആൾക്കാരില്ല. പേടിക്കാ പേടി. ഞാൻ ഇല്ല, ഇനി പേടിക്കുന്നേ. വെട്ടാൻ മാറ്റി കാണുന്നില്ല. കളിക്കല്ലേ. സ്പീഡിൽ പോണേ. ഈ ലൂപ്പങ്ങ് ഇറങ്ങും. ലൂപ്പ് മുതലേക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇത് ആർക്കാരും ടെൻഷൻ ആവും. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത്രയും ഒറ്റപ്പെട്ട ഏരിയ ആണെന്ന് ഞാൻ സീരിയസ് ആയിട്ട്, ഞാനൊരു ചുമ്മാ ഫണ്ടിന് വേണ്ടി എടുത്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്നിടത്ത് വളവ് തീരുന്നില്ല. ചുമ്മാ അല്ല ഇത് ആക്സിഡന്റ് കിടക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം ഇവിടെ വെട്ടമില്ല. കട്ടം വിത്ത് സുമതി. ഒരു കട്ടനോട് വാങ്ങിയത് പുറകിൽ നമ്മൾ സുമതി ചേച്ചി ഇരിപ്പുണ്ട്. ഒറ്റ പിടിയിലായിരുന്നു ഇങ്ങോട്ട്. ഇനിയൊരു 30 കിലോമീറ്റർ കൂടെയുണ്ട്. സമയം 2 മണി. എന്തൊരു
ഞാൻ ഇറങ്ങി 2 സെൽഫി ഒക്കെ എടുക്കും. എന്തേ ജീവനും കൊണ്ട് ഓടി ഗൈസ്, ജീവനും കൊണ്ട് വണ്ടി നിർത്തി ഞങ്ങളോട് വണ്ടി നിർത്തി ചേച്ചി കാണാൻ പോയതാ. നാട്ടുകാര് പറയും പൊടി കൊച്ചിനെ കൊണ്ട് പോയെന്ന്. ഇവനെ വീട്ടിൽ കിടത്താൻ പറ്റൂല, അവൻ കിടക്കൂല ഞാൻ ഇല്ലാതെ. എന്നാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ ഗൈസ്, ഇനി ഒരിക്കലാവട്ടെ. എന്താ ഇറങ്ങാൻ? ഞാൻ കൈക്കൽ പിടിച്ച, ഞാൻ ഫോണ് പിടിച്ചല്ലേ ഉള്ളൂ. ഇറങ്ങണമായിരുന്നു. ഞാൻ ഇറങ്ങി എവിടെയാണ് നേരെ വിളിക്കും ലാസ്റ്റ്, പിന്നെ അത് പ്രശ്നമാവും. നല്ല കാപ്പിയല്ലേ? നല്ല കാപ്പി. ഇവിടെ ഒന്ന് പേടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു മിക്കവാറും ഞാനും പേടിക്കുമായിരുന്നു, പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ചു. നോമും പേടിച്ചു. ആർക്കറിയാം പേടിക്കുന്നത് വിചാരിച്ചു പോയത്, പക്ഷെ പേടിച്ചു. അപ്പം എന്തായാലും ഔട്ട്ഡോർ വാങ്ങി വെച്ചിരിക്കുന്ന അമ്പൂട്ട് നല്ല ഉറക്കോട്, നമ്മൾ നല്ല ടയർഡാണ്. അപ്പം അടുത്ത നൈറ്റ് ലൈവിൽ കാണാം. 3:30 ആയി കേട്ടോ, 3:30. അപ്പം ബൈ ആൻഡ് ലവ് യു ഗൈസ്. അടുത്ത വീഡിയോ കാണാം.